കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇടതു തേരോട്ടം 13 സീറ്റുകളിലേക്കും LDF വിജയിച്ചു. ബിജെപിയും കോൺഗ്രസും നടത്തിയ കുപ്രചരണങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് LDFന്റെ വിജയമെന്ന് നേതാക്കൾ പറഞ്ഞു. 1733 വോട്ടുകളുടെ ആധികാരികതയോടെയാണ് ഇടതുപക്ഷത്തിന്റെ വിജയം. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് അന്നത്തെ ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വ്യാപകമായിട്ടുള്ള കുപ്രചരണങ്ങളാണ് കോൺഗ്രസും BJPയും അഴിച്ചുവിട്ടത്. വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സഹകരണ മേഖലയെ ഒന്നടങ്കം തകർക്കാനാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ ഈ കുപ്രചരണങ്ങളെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുതാര്യതയെ, ജനകീയതയെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി, അത് കരുവന്നൂർ ബാങ്കിൻ്റെ പരിധിയിൽ മാത്രമല്ല, രാജ്യത്തെ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു ആയുധം എന്ന രീതിയിലാണ് വലതുപക്ഷം ഈ ബാങ്കിലെ ക്രമക്കേടിനെ ഉപയോഗപ്പെടുത്തിയത്. അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ജനം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ വിജയത്തെ തികച്ചും വിനയാന്വിതമായി ഏറ്റെടുക്കുന്നു, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഏറ്റെടുക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പ്രത്യേകിച്ച് ഈ ബാങ്കിലെ സഹകാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഞങ്ങൾ ആത്മാർത്ഥമായി നടത്തുമെന്ന് വീണ്ടും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. 3039 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. ഇതിൽ 1733 വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഇടതുപക്ഷം വിജയിച്ചത്. മറ്റത്തൂർ മോഡലിൽ BJPയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. വിജയിച്ച 13 LDF അംഗങ്ങളെയും CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് നടത്തിയ ഘോഷയാത്ര മാപ്രാണം സെന്ററിൽ സമാപിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.